നേരത്തെ നമ്മൾ റൂബീസിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ഇപ്പോൾ റൂബീസിൻ്റെ തന്നെ ഫാമിലിയിൽപ്പെട്ട വേറൊരു പ്രഷ്യസ് സ്റ്റോണിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് കൊറണ്ടൻ മിനറൽ ഫാമിലിയിൽപ്പെട്ട ബ്ലൂ സഫയേഴ്സ്. അപ്പോൾ സഫയേഴ്സിൽ തന്നെ മെയിനായിട്ട് പറയുന്ന 2 കളറുണ്ട്. ഒന്ന് യെല്ലോ സഫയേഴ്സും ഒന്ന് ബ്ലൂ സഫയേഴ്സും. അതിൻ്റെ അത് ബ്ലൂ സഫയേഴ്സാണ് നിങ്ങൾ കാണുന്നത്. ഇതിൻ്റെ ഈ വൈബ്രൻറ്റ് ബ്ലൂ കളേഴ്സിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള അയൺ ആൻഡ് ടൈറ്റാനിയം എലമെൻസ് ആണ്. നമ്മൾ മലയാളത്തിൽ ഇന്ദ്രനീലം എന്ന് പറയുന്ന സ്റ്റോണാണ് ആക്ച്വലി ബ്ലൂ സഫയേഴ്സ്. അത് ഹിന്ദിയിലാണെങ്കിൽ ഇതിന് നീലം എന്ന് ആണ് വിളിക്കുന്നത്. അപ്പോൾ ഈ ബ്ലൂ സഫയേഴ്സിൻ്റെ ഒരു നേറ്റീവ് ഒറിജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശ്രീലങ്ക, മിയാൻമാർ, അതായത് ബർമ്മ, മഡഗാസ്കർ, ഓസ്ട്രേലിയ, തായ്ലാൻഡ്, പിന്നെ കാശ്മീർ, ഇന്ത്യയിൽ തന്നെ കാശ്മീർ. അതിൻ്റെ അത് കാശ്മീരിൽ നിന്ന് കിട്ടുന്ന സഫയേഴ്സിന് അത്യാവശ്യം നല്ല പ്രൈസിയാണ്. അതുപോലെ തന്നെ ശ്രീലങ്കയിൽ നിന്ന് കിട്ടുന്നതിനും അത്യാവശ്യം നല്ല പ്രൈസിയാണ്. ഇനി ഒരു നാച്ചുറൽ ബ്ലൂ സഫയേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഉള്ള ഏറ്റവും മേജർ ഫാക്ടറാണ് അതിൻ്റെ കളർ. അതിൻ്റെ ഡീപ്പ് ആൻഡ് സാച്ചുറേറ്റഡ് ഹ്യൂസ്, ബ്ലൂ ഹ്യൂസ്, അത് ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. പിന്നെ ഇതൊരു കൊറണ്ടം മിനറൽ ആയതുകൊണ്ട് തന്നെ, അതായത് റൂബിയുടെ തന്നെ ഫാമിലിയിൽ പെട്ടതായതുകൊണ്ട് തന്നെ ഇതിൻ്റെയും ഹാർഡ്നെസ് റൂബിയുടെ മാതിരി തന്നെ സെയിം ആയിരിക്കും. 9 MOH സ്കെയിലാണ് ഇതിൻ്റെ ഹാർഡ്നെസ് വരുന്നത്. ഇത് പോളിഷ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇതിന് നല്ലൊരു റിഫ്ലക്ഷൻ ഉണ്ടാവും, നല്ല ലസ്ട്രസ് ആയിരിക്കും ഈ സ്റ്റോൺ. അതിപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ തന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം അത് എത്രമാത്രം റിഫ്ലക്റ്റീവ് ആണെന്ന്. പിന്നെ ഇൻക്ലൂഷൻസ്, മോസ്റ്റ് ഓഫ് ദ സഫയേഴ്സിനും ചെറിയ ചെറിയ നാച്ചുറൽ ഇൻക്ലൂഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട് എന്നാണ് പറയുന്നത്. അത് സിൽക്ക് എന്നാണ് അതിന് പറയുന്നത്. ഒരു നീഡിൽ ലൈക്ക് സ്ട്രക്ചേഴ്സ് അതിൻ്റെ മുകളിൽ കാണുന്നതാണ് അതിൻ്റെ ഇൻക്ലൂഷൻസ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ക്വാളിറ്റി പാരാമീറ്റേഴ്സ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ള പ്രഷ്യസ് സ്റ്റോൺസിനെ മാതിരി തന്നെ 4 C's വെച്ചിട്ടാണ്. അതായത് കളർ, ക്ലാരിറ്റി, കട്ട് ആൻഡ് ക്യാരറ്റ്. അപ്പോൾ ഹൈ ക്വാളിറ്റി സഫയേഴ്സ് നല്ല ഡീപ്പ് വിവിഡ് ബ്ലൂ കളേഴ്സ് ആയിരിക്കും, ഇൻക്ലൂഷൻസ് മിനിമൽ ആയിരിക്കും. മീഡിയം ക്വാളിറ്റി സഫയേഴ്സിന് ഒരു മീഡിയം ബ്ലൂ കളർ ആയിരിക്കും, അതുപോലെ തന്നെ അത്യാവശ്യം ഇൻക്ലൂഷൻസ് ഉണ്ടാവും. ലോവർ ക്വാളിറ്റി സഫയേഴ്സ് പെയിലായിരിക്കും, അൺഈവൻ കളേഴ്സ് ആയിരിക്കും. പിന്നെ സിഗ്നിഫിക്കൻറ്റ് ഇൻക്ലൂഷൻസ്, ഒരുപാട് ഇൻക്ലൂഷൻസും അതിൻ്റെ അകത്ത് കാണാം. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ നമ്മളുടെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് ലോ ക്വാളിറ്റി സഫയേഴ്സാണ്. ഈ സഫയേഴ്സ് ഒരു റോയൽ സ്റ്റോൺ ആയതുകൊണ്ട് തന്നെ ഇതിന് ഒരുപാട് മെറ്റാഫിസിക്കൽ ആൻഡ് എസ്തെറ്റിക് ബെനിഫിറ്റ്സ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഒന്നെന്ന് പറയുന്നത് വിസ്ഡം ആൻഡ് ക്ലാരിറ്റിയാണ്. പിന്നെ ഇമോഷണൽ ബാലൻസ്, പ്രൊട്ടക്ഷൻ ഒക്കെ കൊണ്ടുവരുമെന്ന് പറയുന്നു. പക്ഷേ മെയിനായിട്ട് പറയാനുള്ളത് ഇതൊരു റോയൽറ്റി സിമ്പിളാണ്. ആക്ച്വലി ഇത് രാജാക്കന്മാരൊക്കെ ധരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോൺ ആയിരുന്നു. ഇനി ആസ് എ ബേർത്ത് സ്റ്റോൺ ഇത് പറയുകയാണെങ്കിൽ ഇത് വിസ്ഡം, പ്രൊട്ടക്ഷൻ ആൻഡ് പ്രോസ്പെരിറ്റി സിമ്പിളൈസ് ചെയ്യുന്ന വിർഗോ ആൻഡ് ലിബ്ര സോഡിയാക് സൈൻസ് അസോസിയേറ്റ് ചെയ്തേക്കുന്ന ഒരു സെപ്റ്റംബറിൽ ജനിച്ചവർക്കായിട്ടുള്ള ഒരു ബർത്ത് സ്റ്റോൺ ആണ്. സെപ്റ്റംബറിലെ മോഡേൺ ആൻഡ് ട്രഡീഷണൽ ബർത്ത് സ്റ്റോൺ എന്ന് അറിയപ്പെടുന്നതും സഫയേഴ്സ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.